ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിനെ പിടിച്ചു നിർത്തി അച്ഛൻ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അമ്മ ചോദിച്ചു, അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേടാന്ന്. പറ ശ്രീകാന്തേ, നീ എന്തൊക്കെ ചെയ്തു? അന്നേരം അച്ഛനെ ക്രോസ് ചെയ്യാൻ ഞാൻ മറ്റൊരു അവസരത്തിൽ വന്ന് നിന്ന് തരാമെന്നും ഇപ്പം എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ തെളിയിക്കാനുണ്ടെന്നും ശ്രീകാന്ത് പറയുക. അപ്പോഴേക്കും ദീപ്തി അങ്ങോട്ടേക്ക് വന്നു. ദീപ്തി ഇത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ പലതും ചെയ്തിട്ടുണ്ടെന്ന് ശ്രീകാന്ത് പറയുവാണ്. അവൻ്റെ ചേട്ടനെ പിടിച്ച് ജയിലിൽ വരെ ഞാൻ ആക്കിയിട്ടുണ്ട്, അവനെ പെണ്ണ് കേസിൽ കൊടുക്കാനും നോക്കിയിട്ടുണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നു. ഫാക്ടറി മുറ്റത്ത് പന്തലിട്ട് സമരം ചെയ്തപ്പം അടിച്ചൊതുക്കി ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവന് രക്ഷകയായി വന്നിട്ടുള്ളതേ ദേ അച്ഛൻ്റെ പുന്നാര മോള് തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും അവന് രക്ഷകയായിട്ട് വന്നിട്ടുള്ളതും അവൾ തന്നെയാണെന്ന് പറയുമ്പോൾ വരുണി ഇല്ലാണ്ടാക്കിയത് വിക്രമേട്ടനാണെന്ന് ചേട്ടൻ ഉറപ്പുണ്ടോ എന്ന് ദീപ്തി ചോദിക്കുമ്പോഴേക്കും അല്ലാണ്ട് പിന്നെ ആരാണെന്ന് ചോദിച്ചു ശ്രീകാന്ത്. അപ്പോൾ അത് ആണ് എന്നുള്ളത് ചേട്ടൻ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞതെന്ന് ദീപ്തി അന്നേരം ശ്രീകാന്തിനോട് ചോദിച്ചു. പറയണം, അതിന് പിന്നിൽ വിക്രമേട്ടനാണെന്ന് ശ്രീയേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത്, അതെങ്ങനെയാണ് ശ്രീയേട്ടൻ മനസ്സിലാക്കിയത്, അത് പറയാനായിട്ട് ദീപ്തി പറയുക. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ് ദീപ്തി ചോദിച്ചതെന്ന് അച്ഛൻ ഉത്തരം നീ പറയാൻ പറഞ്ഞു. അവർ തമ്മിലുണ്ടായിരുന്ന ശത്രുത എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം ഇല്ല, വിക്രമേട്ടനും വരുണിനോട് ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല എന്നും വരുണിനെ കൊന്നത് വിക്രമേട്ടനാണെന്ന് വരുത്തി തീർത്തിട്ട് വരുണിൻ്റെ അച്ഛനെ കൊണ്ട് വിക്രം ചേട്ടനെ കൊല്ലിക്കാനാണ് ശ്രീയേട്ടൻ ശ്രമിച്ചതെന്നുള്ള കാര്യം ദീപ്തി ശ്രീകാന്തിനോട് നേർക്ക് നേരെ നിന്നങ്ങ് പറഞ്ഞില്ലേ. ഇത് കേട്ട് അച്ഛനും അമ്മയും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേ വർഷം അങ്ങോട്ടേക്ക് വരുന്നു ഇവരുടെ സംസാരം കേട്ട്. അപ്പോൾ ദേ വർഷവും നന്ദം വിട്ട് നിൽക്കുക. അപ്പോൾ പറയടാ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ എന്ന് അച്ഛൻ ചോദിക്കുവാണ്. ഉത്തരം പറയടാ. അപ്പോൾ അതെ, അതിനിപ്പോൾ എന്ത് വേണം എന്ന് ചോദിച്ചാൽ അച്ഛന് നേരെ വലിയ ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കും കൂട്ടത്തു ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം അച്ഛൻ ശ്രീകാന്തിനിട്ട്. അന്തം വിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ അച്ഛനിങ്ങനെ പ്രതികരിക്കുമെന്ന് ശ്രീകാന്തും പ്രതീക്ഷിച്ചില്ല. അടിക്കും എന്നുള്ളത്. ഒരു കൊലപാതകത്തിന് ശ്രമിച്ചിട്ട് എൻ്റെ മുന്നിൽ നിന്ന് നീ ന്യായീകരിക്കുന്നോടാന്ന് ചോദിച്ചു വീണ്ടും അടിക്കാൻ കൈ പൊക്കിയപ്പോൾ ആ അച്ഛൻ്റെ കൈ മകൻ തടഞ്ഞു. ആ അച്ഛൻ അന്തം വിട്ടു. ശ്രീകാന്തിൻ്റെ തനി നേരം അച്ഛൻ്റെ മുന്നിലും അമ്മയുടെ മുന്നിലും ഭാര്യയുടെയും പെങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ തുറന്നിങ്ങനെ വരുവാണ് കുറേശ്ശെ. അപ്പോൾ അങ്ങനെ ആ സംഭവം അവിടെ നടക്കുമ്പോൾ ശ്രീകാന്തേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ വിളിച്ചു കേട്ടോ. ദേ വേദയുടെ കഴുത്തിൽ അവൻ ബലമായി താലി കെട്ടി അന്ന് രാത്രി ഒരു പോലീസ് എൻകൗണ്ടറിൽ അവനെ തീർത്ത് കളയാൻ എന്നെ ഏൽപ്പിച്ചത് അച്ഛൻ തന്നെയല്ലേന്ന് ചോദിച്ചു. അത് മറന്നുപോയോ ഇത്ര പെട്ടെന്ന് എന്ന് ശ്രീകാന്ത് അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അന്നു മുതൽ ഞാൻ അവൻ്റെ പിറകെ തന്നെയാണ്. ഓരോ തവണയും അവൻ വഴുതി മാറി പോവുകയാണെന്നും ഏത് വിധത്തിലാണെങ്കിലും അവനെ ഇല്ലാതാക്കി അവളെ ഈ വീട്ടിൽ തിരിച്ചെത്തിക്കുമെന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു ശ്രീകാന്ത് ഈ നിമിഷം വരെ ഈ വീട്ടിൽ ജീവിച്ചിട്ടുള്ളത്. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പം അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നത് അവളുടെ ഇഷ്ടപ്രകാരം അല്ലേ, നീയാണോ അതിന് കാരണം എന്ന അമ്മ ശ്രീകാന്തിനോട് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ പറയടാ, അവൾ ഇങ്ങോട്ട് വന്നത് നീ കാരണമാണോ, പറയടാ എന്ന് പറയുമ്പോഴേക്കും അതിനുത്തരം അയാൾക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയില്ലമ്മേ, എല്ലാത്തിനും കൂടെ നിന്ന മറ്റൊരാളുടെ സമ്മതം കൂടി വേണ്ടി വരും അല്ലേ എന്ന് വേദ വന്ന് അങ്ങ് ചോദിച്ചു. അപ്പോൾ ഒന്ന് ശ്രീകാന്ത് വേദയെ പുച്ഛിച്ച് ചിരിച്ചു. അപ്പോൾ എല്ലാവരും വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതേടി, നിന്നെ ഞാൻ ഇവിടെ വരുത്തിയത് തന്നെയാണ്. അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് വെളിപ്പെടുത്താൻ എനിക്ക് ആരുടെ സമ്മതം ആവശ്യമില്ലടി എന്നും ശ്രീകാന്ത് പറയുവാണ്. പക്ഷേ ദേ അതിനു മുൻപ് നീ നിന്റെ അച്ഛന് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന കെണി എന്താണെന്ന് എല്ലാവരുടെ മുന്നിലും ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും ഇയാൾ പറയുക. നാളത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി വരുമ്പോൾ വായിക്കാം, പോലീസ് അന്വേഷിക്കുന്ന പ്രതിക്ക് ജഡ്ജിയുടെ വീട്ടിൽ സുഖജീവിതമെന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതും തങ്ങനെയെന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ദീപ്തിക്കും പേടിയായിട്ടോ, ഭയങ്കര ടെൻഷൻ ഇവർക്ക്. അപ്പോൾ വർഷം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. പോലീസ് നാട് മുഴുവൻ അരിച്ചു പെറുക്കുമ്പോൾ ഇവൾ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കാം, അതറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ച് ഇങ്ങനെ. അപ്പോഴത്തേക്കും വേദമയോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ആദ്യം ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വരാം, അതിനുശേഷം ഞാൻ അച്ഛൻ്റെ ചോദ്യത്തിന് മറുപടി തരാമെന്നും ശ്രീകാന്ത് പറയണു. അപ്പോൾ പണിക്കത്ത് തറവാടിൻ്റെ അനന്തര തലമുറയിൽ തെമ്മാടിയായ ഒരു ഗുണ്ടയുടെ കുഞ്ഞുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെന്നും ശ്രീകാന്ത് പറയുവാണ്. അപ്പോൾ വേദ ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുക. അതിന് ഞാൻ അവനെ കൊല്ലാനും മടിക്കില്ല, വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ കൊല്ലുമെന്നും ശ്രീകാന്ത് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ശ്രീകാന്ത് മുകളിലേക്ക് കയറി പോകാൻ നോക്കുന്നേ. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. അപ്പം
നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് കയറി പോകാൻ നോക്കി ഇതേ അരുതെന്ന് പറഞ്ഞു വേദ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മാറി ഇക്കിടിയെന്ന് പറഞ്ഞു ശ്രീകാന്ത്. ഇല്ലാന്ന് പറഞ്ഞു വേദ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വേദയെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളി ഇവൻ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്കും വേദ ഇവൻ്റെ പിന്നാലെ പോകും. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഇവരുടെ പിന്നാലെ കയറി പോവുകയാണ്. നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു. അപ്പോൾ ശ്രീകാന്തി എന്ന് വാതിൽ തുറന്നു. ശ്രീകാന്തി എന്ന് വാതിൽ തുറന്നിട്ട് അവിടെ എല്ലാം അരിച്ചു പറക്കി നോക്കുവാണ്. ബാത്റൂം നോക്കി, അവിടെ ഇവിടെ എല്ലാം നോക്കി. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അവിടെ ടെറസിൽ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കും, ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ വീടും ഇത് മുഴുവൻ അവൻ അരിച്ചു പറക്കി നോക്കി, പക്ഷെ കണ്ടില്ല. അതിനുശേഷം ആ വാർക്കപ്പുറത്തും അതുപോലെ തന്നെ ആ സ്റ്റോർ റൂമിലെല്ലാം ഇവൻ കയറി നോക്കി. എന്നിട്ട് ഇവൻ റൂമിലേക്ക് വന്നു. അപ്പോൾ എവിടെയാടിയാ അവനെന്ന് ചോദിച്ചു. നിന്നോടാ ചോദിച്ചത്, ആ തെണ്ടി എവിടെയാണെന്ന് പറയടിയെന്ന് പറഞ്ഞു ശ്രീകാന്ത് വലിയ ആള് കളിക്കുമ്പോൾ. ഇറങ്ങിപ്പോടാ എൻ്റെ മുറിയിൽ നിന്ന് പറഞ്ഞു വേദ. ഇറങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞ് വേദയും ശ്രീകാന്തും കൂടെ പിടിയും വലിയായി. പിന്നെ ശ്രീകാന്തിനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു വേദ. ഇവൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. ഇത് എൻ്റെ കൂടെ വീടാണ്, ഇത് എൻ്റെ മുറിയാണെന്നും എൻ്റെ സ്വകാര്യ സ്പേസ് ആണെന്നും എനിക്ക് മുൻപ് എൻ്റെ അമ്മയ്ക്കുണ്ടായി എന്നുള്ള അധികാരം വെച്ച് ഈ മുറിയിലേക്ക് ഇടിച്ചു കയറാൻ നോക്കണ്ട എന്ന് വേദ ശ്രീകാന്തിനോട് പറഞ്ഞു. ഒന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക വർഷ. മുറിയിലേക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എൻ്റെ ഓരോ അവകാശങ്ങളിലേക്കും. മനസ്സിലായോടോ എന്ന് വേദ ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ഭയങ്കര കലിപ്പ് ശ്രീകാന്തിന്. അപ്പം താൻ എന്താടോ പറഞ്ഞത്? പണിക്കത്തെ തറവാടിൻ്റെ അനന്തരാവകാശിയായി ഒരു ഗുണ്ടയുടെ കുഞ്ഞ് പിറക്കാൻ പാടില്ലെന്നോ? അതാണോ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ നിങ്ങൾ കേട്ടോ, ആ ഗുണ്ടയുടെ കുഞ്ഞിനെ തന്നെയാണ് ഞാൻ പ്രസവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേദ ശ്രീകാന്തിനെ വെല്ലുവിളിക്കുന്നു. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം തന്നോളം വൃത്തികെട്ടവനും ക്രിമിനലും അല്ല എൻ്റെ വിക്രം എന്നുള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ അടിക്കാനായിട്ട് വേദയെ കൈ ഓങ്ങി വേദയുടെ മുഖത്തിനിട്ട് നോക്കി ആഞ്ഞടിച്ചു. അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ വല്ലാതെ ഞെട്ടി. എടിയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ മുടിക്കുത്തിനെ പിടിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക ശ്രീകാന്ത്. അപ്പോൾ ശ്രീയേട്ടാ വീടെന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി ഇടയ്ക്ക് കയറി. അപ്പോൾ വർഷം ഇങ്ങനെ നോക്കി നിൽക്കുക. അമ്മയും അച്ഛനും പിടിച്ചപ്പോഴത്തേക്കും അമ്മയെ പിടിച്ചു, അച്ഛനെ പിടിച്ചു. ഇവൻ ഒറ്റൊരു തള്ളു. അപ്പോൾ നീ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ്റെ ശബ്ദം വിക്രം പുറത്തു നിന്ന് കേൾക്കുക. പിന്നെ വേദയെ ഉപദ്രവിക്കുന്നത് വിക്രത്തിന് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞു വേദ ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും വിക്രം അവിടുന്ന് പറന്നു വന്നു. നീ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കല്ലേടി? അപ്പോൾ ആരെയും കൊന്നു തള്ളാൻ മടിയില്ലാത്ത നീ തന്നെ, നിന്നെയാടാ ഞാൻ തീർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും ദീപ്തിയൊക്കെ പിടിച്ചു അവിടുന്ന് പറഞ്ഞുകൊണ്ട് വേദയെ പിടിച്ച് തള്ളി. അതിനുശേഷം ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് വേദയുടെ തലക്കെട്ട് അടിക്കാനായിട്ട് ഈ ശ്രീകാന്ത് അങ്ങ് വലിയ ആൾ കളിച്ച് പൊങ്ങി വരികയും ഒരു ഒടുക്കത്തെ ചവിട്ടും ചവിട്ടി വരുമായിരുന്നു നമ്മുടെ വിക്രം. വന്നവനെ അടിച്ച് നിലം പരിശാക്കി നമ്മുടെ വിക്രമെ. എല്ലാവരും കണ്ണു വീഴ്ച തള്ളി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദീപ്തി ഇങ്ങനെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഒരു ലോകമഹായുദ്ധം തന്നെ വിക്രവും അതുപോലെ ശ്രീകാന്തും വേദയും കൂടി ആ വീട്ടിൽ നടന്നു. വേദ അടിക്കാൻ വന്ന അവൻ്റെ നെഞ്ചും കൂടി നോക്കി ചവിട്ടി കൂട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവനെ അടിക്കാനായിട്ട് ഇവൻ വേദയെ അടിക്കാനെടുത്ത് അതേ ഫ്ലവർ വേഴ്സുമായിട്ട് വിക്രം ചെന്നപ്പോൾ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാർച്ചയായിരുന്നു ശ്രീകാന്ത്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അയ്യോ! അപ്പോഴത്തേക്കും വേദ വന്ന് വിക്രത്തിൻ്റെ കയ്യെ പിടിച്ചു. വേണ്ട, ചെയ്യരുത് എന്നും പറഞ്ഞ് വിക്രം അത് നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഇവനിങ്ങനെ കിടക്കുക, തളർന്ന് എഴുന്നേക്കാൻ പോലും മേലത് കൊടുത്താൽ 20 ചവിട്ടാണ് കൊടുത്തത് വിക്രം. അപ്പോൾ ആ വഴക്കും വക്കാണും എല്ലാം അവിടെ നടന്നു. സംഭവങ്ങളെല്ലാം പുറത്തു വന്നു. ഈ സമയത്ത് വേദ ശരിയാ, വിക്രം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേദ പറയുമ്പോൾ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വർഷം അന്തം വിട്ട് നോക്കി നിൽക്കുക. അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല എന്നും അതിൻ്റെ പേരിൽ ആരോടും മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറല്ല എന്നും വേദ പറയുവാണ്. നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു എന്നും വേദ അച്ഛനോടും അമ്മയോടും പറയുന്നു. ശ്രീകാന്ത് ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക. വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മടങ്ങി വന്നതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛൻ ചോദിച്ചില്ലേ എന്ന് വേദ ചോദിക്കുവാണ്. മറ്റവൻ ഇങ്ങനെ ഇരിക്കുക ചവിട്ടും കൊണ്ട്. ഞാൻ പറഞ്ഞതൊന്നും അല്ല കാരണമെന്ന് അച്ഛന് തോന്നിയെന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു വേദ. സത്യമാണ്, അതൊന്നും ആയിരുന്നില്ല ഞാൻ മടങ്ങി വന്നതിൻ്റെ കാരണം എന്ന് വേദ അച്ഛനോട് പറയുന്നു. അച്ഛൻ്റെ മൂത്ത മകനും അയാളുടെ അമ്മായച്ഛൻ അതും എൻ്റെ കൂടെ അങ്കിളെന്ന് വിളിക്കുന്ന അയാളും ചേർന്ന് നടത്തിയ വൃത്തികെട്ട കളികളായിരുന്നു അതെന്ന് വേദ പറയുക. ഇയാളും ചേർന്ന് വിക്രമൻ്റെ അച്ഛനെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ അത് ഒഴിവാക്കാൻ എനിക്ക് വേറെ മാർഗമില്ലാതായതുകൊണ്ട് ഞാൻ വന്നതാണെന്ന കാര്യം വേദ പറയാം. അപ്പോഴും വർഷം അന്തമിട്ട് നോക്കുക. മോളെ നീ എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ അതെ അച്ഛാ, ഒരു കോടതി മുറിയിലും അച്ഛൻ സാക്ഷിയാകാത്ത വിധം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിതെന്നുള്ള കാര്യം വേദ പറയുവാണ്. അച്ഛൻ അന്തം വിട്ടിങ്ങനെ വേദയെ നോക്കുക. മറ്റവനാണ് ഇങ്ങനെ ഇരിക്കുന്നു. വിക്രം ഭയങ്കര കലിപ്പിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശുചീന്ദ്രത്ത് വെച്ച് വിക്രത്തിൻ്റെ അച്ഛനെ കാണാതായതെന്നും പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചതും പറയുക.
എന്ത് സംഭവിച്ചെന്നറിയാതെ ഞങ്ങൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇയാളുടെ ആളുകൾ എന്നെ വഴിയിൽ നിന്ന് പിടിച്ച് കണ്ണ് കെട്ടി ഒരു സ്ഥലത്ത് എത്തിച്ചു എന്ന കാര്യം വേദ പറയാം. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ A to Z നമ്മുടെ വേദ പറഞ്ഞു. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ മടങ്ങി വന്നാൽ മാത്രം അച്ഛൻ്റെ ജീവിതം തിരിച്ചു കിട്ടുള്ളൂ എന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. ഇയാളുടെ അമ്മായച്ഛനും ചേർന്ന്. ഇല്ലെങ്കിൽ മരണം. അതായിരുന്നു എനിക്കുള്ള ചോയ്സ്. ഞാൻ അച്ഛൻ്റെ ജീവൻ തിരഞ്ഞെടുത്തു. ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നു എന്ന് വേദ പത്മത്തോടും ശങ്കറിനോടും പറയുക. എന്നേക്കുമായാണ് പോകുന്നതെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. ഇയാളുടെ മുഖം മൂടി അച്ഛന് മുന്നിൽ തുറന്ന് കാട്ടുമെന്ന് ഓർപ്പിച്ചിട്ടാ ഞാൻ വന്നതെന്നുള്ള കാര്യവും വേദ അച്ഛനോടും അമ്മയോടും പറയുവാണ്. പക്ഷേ അതിനിടയിലാണ് വരുൺ കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം വേദ പറയുന്നേ. അപ്പോഴത്തേക്കും ദീപ്തിക്ക് വല്ലാത്ത വിഷമായി. അതിൻ്റെ ഉത്തരവാദിത്വവും വിക്രമൻ്റെ തലയിൽ വെച്ച് കെട്ടി വിക്രമനെ വാസവനെ കൊണ്ട് കൊല്ലിക്കാനാണ് ഇയാൾ നോക്കിയതെന്ന കാര്യവും പറയുകയാണ്. വെടിയേറ്റ വിക്രം എന്നെ വിളിച്ചപ്പോൾ എനിക്കിതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു എന്നും വേദ അച്ഛനോടും അമ്മയോടും പറയുന്നു. അച്ഛാ, പോലീസിനെ വിളിക്കച്ചാ, ഇവള് പറയുന്നത് വിശ്വസിക്കാൻ നിൽക്കരുത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുവാണ്. മോനെ, ആരിവിടെ പോലീസിനെ വിളിക്കാൻ പോകുന്നില്ല എന്നും അങ്ങനെ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നും വേദ അച്ഛനോടും അമ്മയോടും പറയുവാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ടെന്ന കാര്യവും വേദ പറയുവാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുവാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും കീഴടങ്ങാനും ഒരു മടിയും എനിക്കില്ല സാറേ എന്ന് വിക്രം നമ്മുടെ ശങ്കറിനോട് പറയുവാണ്. പക്ഷേ സാറിൻ്റെ മകൻ പറയുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിക്രം ഇവരുടെ മുഖത്ത് നോക്കി പറയുന്നു. വരുൺ കൊല്ലപ്പെടുമ്പോൾ ഞാൻ കൂട്ടുകാരുടെ കൂടെ ക്ലബിലായിരുന്നുവെന്നും വരുണിൻ്റെ കൊലപാതകത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അറിയാവുന്ന ഏകയാൾ പുളിക്കാനായിരുന്നുവെന്നും ഇപ്പോൾ അവനും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യവും വിക്രം അച്ഛനോടും അമ്മയോടും പറയാം. ഇവനാണിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്നിങ്ങോട്ട് ഉരുകുവാണ്. ആരാണ് ശരിക്കും വരുണിൻ്റെ കൊലപാതകി എന്ന് പുളിക്കൻ വാസവനോടും കോടതിയിലും പറയാനിരുന്നതിൻ്റെ തൊട്ടു മുൻപ് ആ കൊലപാതകം നടന്നു എന്ന കാര്യം വിക്രം ഇവരോട് പറയാം. അപ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ ഉടക്കണ്ണം മിഴിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വരുണിനെ കൊന്നതും അത് പുറത്തറിയാതിരിക്കാൻ പുളിക്കനെ കൊന്നതും ആരാണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ള കാര്യവും ശ്രീകാന്തിനെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ വിക്രം പറയുന്നു. അപ്പോഴും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ദീപ്തിയുമായി വരുണിൻ്റെ വിവാഹം നടക്കുമെന്ന് ഉറപ്പായപ്പോഴായിരുന്നു ആ കൊലപാതകം തീരുമാനിക്കപ്പെട്ടതെന്നുള്ള കാര്യവും വിക്രം ഇങ്ങനെ ഇവരോട് പറയുന്നേ. അപ്പോൾ ദീപ്തി നിന്ന് കരയാനും തുടങ്ങി. പണിക്കത്ത് തറവാടിൻ്റെ അനന്തരാവകാശികളെ തീരുമാനിക്കുന്നത് ആരാണെന്നും അതെന്തു വേണമെന്നും അച്ഛനിപ്പോൾ വ്യക്തമായി മനസ്സിലായില്ലേ എന്ന കാര്യവും വേദ അച്ഛനോട് ചോദിക്കുക. അപ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ ചോരയൊക്കെ തൂത്തുകളഞ്ഞൊക്കെ ഇരിക്കാം. പക്ഷെ എല്ലാത്തിനും സാക്ഷിയായി ഒരാളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സാറേ എന്നും വിക്രം പറഞ്ഞു. അയാളുമായിട്ട് ഞങ്ങൾ വരുമെന്നും വിക്രം പറയുന്നു. അത് അനിയൻകുട്ടനാണെന്ന് ഇവനറിയാം, ഈ ശ്രീകാന്തിന് അറിയാം. ശ്രീകാന്ത് എന്നിട്ട് ഇവരിങ്ങനെ തുറച്ചു നോക്കുക. അന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളാണെങ്കിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു തരാൻ ഏതറ്റം വരെയും ഞാൻ പോരാടുമെന്നും വേദ വെല്ലുവിളിക്കുക. എൻ്റെ അച്ഛനാണെങ്കിൽ സത്യമെന്നും വേദ പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് വേദ എവിടുന്ന് പോകുന്നേ. ഇതിനൊരറ്റം കണ്ടെത്താൻ ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടേക്ക് വരുമെന്ന കാര്യവും വേദ അച്ഛനോട് പറയുവാണ്. പക്ഷെ നടക്കില്ലെന്നുള്ള ഇതിലാണ് ഇവനിവിടെ ഇരിക്കുന്നത്. ശ്രീകാന്ത് വിക്രം വാ എന്നും പറഞ്ഞുകൊണ്ട് വേദയും വിക്രവും കൂടി എങ്ങനെയാണോ വന്നത് വെറും കൈയോടെ അവർ ഇറങ്ങുമ്പോൾ അച്ഛാ പിടിക്കച്ചാ, ആ ക്രിമിനൽ രക്ഷപ്പെടാൻ പാടില്ല അച്ഛാ എന്നും ശ്രീകാന്ത് അച്ഛനോട് പറയുന്നു. അപ്പോൾ അച്ഛൻ ഇവനെ ഒരു നോട്ടം നോക്കി. പക്ഷേ ആ ഫോണിൽ തരാൻ പറയുമ്പം ഇവിടെ ഇപ്പോൾ ആരെയും വിളിക്കാൻ പോകുന്നില്ല എന്ന് അച്ഛൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടലോടെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിളി. അപ്പോഴത്തേക്കും വർഷ പതുക്കെ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുവാണ് വിളിക്കാൻ പോകാനായിട്ടേ. വർഷ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം ആ ഒരു സ്ഥാനത്തും അസ്ഥാനത്തും എടുത്ത് ഉപയോഗിച്ച് തേഞ്ഞു പോയൊരു വാക്കുണ്ട്. ഉപയോഗിച്ചു പഴകിപ്പോയെങ്കിലും അതിൻ്റെ ആത്മാവിന് ഇപ്പോഴും ആ ഒരു തിളക്കം പോയിട്ടില്ല എന്ന് അച്ഛൻ ഇങ്ങനെ പറയുക. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിക പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് ആ വാക്കെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിരപരാധിയാണ് എന്നെൻ്റെ മനസ്സു പറയുന്നു. അപരാധി ആരെന്ന് അവൻ തെളിയിക്കുന്നത് വരെ മാത്രമേ അച്ഛനും മകനും എന്നുള്ള ബന്ധത്തിന് ഞാനും നീയും ഈ വീട്ടിലുണ്ടാവുകയുള്ളൂ എന്നും ബാക്കി പിന്നീട് തീരുമാനിക്കാമെന്നും പറഞ്ഞ അച്ഛനും അവിടെ നിന്ന് അങ്ങ് പോയി അടിവര ഇട്ടിട്ട് ഇവരവിടെ അങ്ങനെ ഇരിക്കുന്നു. വർഷം എന്നിട്ട് പോയിട്ട് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു.
സകല ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ പോലീസിന് വിവരം കൈമാറി കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങി. അപ്പോൾ ഇത്രയും നാൾ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം പറയാം. ഇനി അവൻ ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അരിച്ചു പെറുക്കി നോക്കാനും ഇയാൾ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യവും പോലീസിനോട് ഇയാൾ പറയുവാണ്, ഈ ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ. അപ്പോൾ ഇയാൾ പറഞ്ഞ അനുസരിച്ച് ഈ പോലീസുകാർ നാട് മുഴുവനും വട്ടമിട്ട് പറക്കുക. വേദയും അതുപോലെ വിക്രവും എങ്ങോട്ടും മുങ്ങി എന്നറിയാനായിട്ട്, അവരെ പിടിക്കാനായിട്ട്. മകൾ അപ്പം തന്നെ ന്യൂസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സമയത്ത് പാവ അനിയൻകുട്ടൻ പേടിച്ച് പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവർ കൊല്ലും, വിക്രത്തെയും കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഇരിക്കും കേട്ടോ, പേടിച്ച് വരച്ച് കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ജോസഫേട്ടനും അതുപോലെ രാജേട്ടനും അവരെല്ലാവരും രണ്ടുപേരും ഇങ്ങനെ ചുറ്റിനുമുണ്ട്. അനിയൻകുട്ടാ, നീ ഇങ്ങനെ ഇരിക്കാതെ ചായെങ്കിലും കുടിക്കടാന്ന് പറഞ്ഞു. ഈ ജോസഫ് നീ കുടിപ്പിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാജേട്ടൻ എന്നിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അവർ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഈ അനിയൻകുട്ടൻ അവിടെ ഇരിക്കുമ്പോഴേക്കും ഒരു വണ്ടിയിൽ നിറയെ ആളുകൾ വന്നു കേട്ടോ. കുറേ ഗുണ്ടകളാണ് വന്നത്. എന്നിട്ട് വീട് ഇടിച്ച് തുറന്ന് കയറി ജോസഫിനെയും രാജേട്ടനെയും ഇടിച്ച് നിരപ്പാക്കി അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് ഇവന്മാർ പോയി. അപ്പോൾ അനിയൻകുട്ടനെയും കൊണ്ട് ഇവന്മാർ പോകുന്ന ഒരു സമയത്ത് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ജോസഫും അതുപോലെ രാജേട്ടനും പിന്നാലെ ചെന്നു. പക്ഷെ അതുങ്ങളെ പിടിച്ച് ഉന്തി തള്ളി എറിഞ്ഞിട്ടിട്ട് ഇവന്മാർ അനിയൻകുട്ടനെയും കൊണ്ട് പോയി. അനിയൻകുട്ടനെ കൊന്നു കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവന്മാർ ഒപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അനിയൻകുട്ടൻ്റെ ജീവനും ആപത്തിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു വണ്ടിയിൽ ആൾ വരുന്നു, അത് നമ്മുടെ അനിയൻകുട്ടന് രക്ഷകനായിട്ട്. അപ്പോൾ ഈ ഇവന്മാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ കൃത്യസമയത്ത് ആളെത്തുമെന്ന്. നമ്മുടെ വിക്രവും വേദയും കൂടെ എത്തിയില്ലേ, അവന്മാരുടെ നട്ടല് വലിച്ചൂരിയെടുക്കാനായിട്ട്. ഇനി വിക്രം നോക്കിക്കോളും. അനിയൻകുട്ടനെ കൊണ്ടുപോകാമെന്നുള്ള ശ്രീകാന്തിൻ്റെയും അവൻ്റെ അമ്മായിച്ചൻ്റെയും എല്ലാ പ്ലാനുകളും പൊളിച്ചടുക്കി നമ്മുടെ വിക്രം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളായിരിക്കും. ആരും തന്നെ മിസ് ചെയ്ത് കളയില്ല എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ കഥകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.